ഇവാഞ്ചൽ മിനിസ്ട്രീസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന തിരുവചനം. ഇന്ന് നമ്മോട് ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുന്നത് സുവിശേഷകൻ ജെയിംസ് എം തോമസ് നെടുമ്പാശ്ശേരി. പ്രാർത്ഥനയോടെ ശ്രദ്ധിച്ചാലും. ശമൂവേലിന്റെ 1-ാം പുസ്തകം 9-ാം അധ്യായത്തിലൂടെയുള്ള ആത്മീയ യാത്രയാണ് നാം തുടരുന്നത്. അങ്ങ് ശ്രദ്ധിക്കുന്നത് ഇവാഞ്ചൽ മിനിസ്ട്രീസ് ക്രമീകരിക്കുന്ന തിരുവചനം എന്ന വചന പഠന പരമ്പരയാണ്. ശമൂവേൽ 1-ാം പുസ്തകത്തെ അധികരിച്ചുള്ള 97-ാമത്തെ എപ്പിസോഡിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. 9-ാം അധ്യായത്തിൽ നിന്ന് ഒരു പ്രത്യേകമായ വിഷയമാണ് ഇന്ന് നിങ്ങളോട് സംസാരിപ്പാൻ ദൈവം എന്നെ ഭരമേൽപ്പിച്ചിട്ടുള്ളത്. അതിന് ആധാരമായിട്ട് 15, 16, 17 വാക്യങ്ങൾ വായിച്ചു കേൾപ്പിക്കാം. എന്നാൽ ശൗൽ വരുന്നതിന് ഒരു ദിവസം മുൻപേ യഹോവ അത് ശമൂവേലിന് വെളിപ്പെടുത്തി. നാളെ ഇന്നേരത്ത് ബെന്യാമീൻ ദേശക്കാരനായ ഒരാളെ ഞാൻ നിന്റെ അടുക്കൽ അയക്കും. എൻ്റെ ജനമായ ഇസ്രായേലിനെ ഭരിക്കേണ്ടതിന് നീ അവനെ അഭിഷേകം ചെയ്യണം. അവൻ എൻ്റെ ജനത്തെ ഫിലിസ്ത്യരുടെ കയ്യിൽ നിന്ന് രക്ഷിക്കും. എൻ്റെ ജനത്തിൻ്റെ നിലവിളി എൻ്റെ അടുക്കൽ എത്തിയിരിക്കൊണ്ട് ഞാൻ അവരെ കടാക്ഷിച്ചിരിക്കുന്നു എന്ന് അരുളി ചെയ്തു. 17-ാം വാക്യം ശ്രദ്ധിക്കുക. ശമൂവേൽ ശൗലിനെ കണ്ടപ്പോൾ യഹോവ അവനോട്, ഞാൻ നിന്നോട് അരുളി ചെയ്ത ആൾ ഇതാ ഇവനാകുന്നു, എൻ്റെ ജനത്തെ ഭരിപ്പാൻ ഉള്ളവൻ എന്ന് കൽപ്പിച്ചു. ഈ വേദഭാഗത്തിൽ വ്യക്തമായി പറയാൻ ആഗ്രഹിക്കുന്നത് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ പ്രത്യേകമായ ഒരു സ്വഭാവത്തെക്കുറിച്ചാണ്. അതെന്താ? അവിടുന്ന് വ്യക്തതയുടെ ദൈവമാണ് എന്നുള്ളതാണ്. വിശുദ്ധ തിരുവെഴുത്തിൻ്റെ ഒരു പ്രത്യേകത, ഈ തിരുവെഴുത്തിൽ പറയുന്ന ദൈവം വ്യക്തതയുടെ ദൈവമാണ്. അതേപോലെ തിരുവെഴുത്തിൽ പറയുന്ന കാര്യങ്ങളും വ്യക്തതയുള്ളതാണ്. ഒരുപക്ഷെ വേദപുസ്തകം ശരിയായി മനസ്സിലാക്കുവാൻ സമയമെടുക്കാത്ത ഒരാൾക്ക് ചില കാര്യങ്ങളൊക്കെ പരസ്പര വിരുദ്ധമെന്ന് തോന്നിയേക്കാം. എന്നാൽ വചനം പഠിക്കുമ്പോൾ യഹോവയുടെ പുസ്തകത്തിൽ ഇണയില്ലാതെ ഇരിക്കയില്ല. ഒരു ഭാഗത്തിൻ്റെ വിശദീകരണം മറ്റൊരു ഭാഗത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് കോർത്തിണക്കി വെച്ചിട്ടുണ്ട്. ഇടയ്ക്ക് കയറി ഇങ്ങനെ പറയട്ടെ, ദൈവത്തിൻ്റെ വചനം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നൽകപ്പെട്ടതാണ് എന്ന് പൂർണ്ണമായി പറയുവാൻ കഴിയുന്നതിൻ്റെ ഒരു കാരണവും മറ്റൊന്നല്ല. ഏത് തിരുവചന ഭാഗങ്ങളും ഒന്നിനോടൊന്ന് കോർത്തിണക്കപ്പെട്ടതാണ് എന്നുള്ളതാണ്. നമ്മുടെ ചിന്താഭാഗത്തിലേക്ക് വരുമ്പോൾ സ്വർഗത്തിലെ ദൈവം വ്യക്തമായി വ്യക്തതയുടെ ദൈവമാണ് എന്ന് വെളിപ്പെടുത്തുകയാണ്. ഇവിടെ ശൗൽ ശമൂവേലിൻ്റെ അടുക്കൽ വരുന്നതിന് മുൻപ് ദൈവം വ്യക്തമായി ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. ആരാണ് വരുന്നത്? അവൻ എവിടെ നിന്നാണ് വരുന്നത്? അവനെ എന്തിനാണ് നിന്റെ അടുക്കലേക്ക് അയക്കുന്നത്? അവൻ്റെ പ്രത്യേകമായ ആ ഉദ്ദേശ നിവൃത്തി, അല്ലെങ്കിൽ അവനെ കൊണ്ട് ദൈവത്തിന് നിവർത്തിക്കാനുള്ളത് എന്താണ്? ഇതെല്ലാം വളരെ വ്യക്തമായിട്ട് നമുക്കവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. നാം 15-ാം വാക്യത്തിൽ ഇങ്ങനെയാണല്ലോ വായിച്ചു കേട്ടത്. എന്നാൽ ശൗൽ വരുന്നതിന് ഒരു ദിവസം മുൻപേ യഹോവ അത് ശമൂവേലിന് വെളിപ്പെടുത്തി. ഇവിടെ ഇതാ ദൈവത്തിൻ്റെ പ്രവാചകന് ദൈവം അത് വെളിപ്പെടുത്തുകയാണ്. തന്നെയുമല്ല 16-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ എവിടെ നിന്നാണ് അവൻ വരുന്നത്, അവൻ്റെ പശ്ചാത്തലം എന്താണ് എന്ന് വ്യക്തമാക്കുന്നു. നാളെ ഇന്നേരത്ത് വരുന്ന സമയം പറയുകയാണ്. നാളെ ഇന്നേരത്ത് ബെന്യാമീൻ ദേശക്കാരനായ ഒരാളെ ഞാൻ നിന്റെ അടുക്കൽ അയക്കും. ആ വരുന്നവൻ എന്നാൽ അയക്കപ്പെടുന്നവനാ. ദൈവം പറയുകയാണ്, ഞാനാണ് അവനെ അയക്കുന്നത്. അവൻ വരുന്നത് ബെന്യാമീൻ ദേശത്ത് നിന്നാണ്. എത്ര വ്യക്തമായിട്ടാണ് കർത്താവ് സംസാരിക്കുന്നത്! ദൈവത്തിൻ്റെ വചനം എത്ര വ്യക്തമാണ് വാസ്തവത്തിൽ. തന്നെയുമല്ല മുൻപിലേക്ക് വരുമ്പോൾ അവനെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഇഷ്ടം പറയുകയാണ്. എൻ്റെ ജനമായ ഇസ്രായേലിനെ ഭരിക്കേണ്ടതിന് നീ അവനെ അഭിഷേകം ചെയ്യണം. എന്നിട്ട് അവൻ്റെ ഉത്തരവാദിത്വത്തെക്കുറിച്ച് പറയുകയാണ്. അവൻ എൻ്റെ ജനത്തെ ഫെലിസ്ത്യരുടെ കയ്യിൽ നിന്ന് രക്ഷിക്കും. എൻ്റെ ജനത്തിൻ്റെ നിലവിളി എൻ്റെ അടുക്കൽ എത്തിയിരിക്കൊണ്ട്
ഞാൻ അവരെ കടാക്ഷിച്ചിരിക്കുന്നു എന്ന് അരുളി ചെയ്തിരുന്നു. നോക്കുക, ഈ ശൗലിനെ കർത്താവ് ശമൂവേലിന്റെ അടുക്കലേക്ക് അയക്കുമ്പോൾ എത്ര കൃത്യമായി വ്യക്തമായി അവൻ്റെ ദൗത്യത്തെക്കുറിച്ച് പറയുകയാണ്. അവനെ രാജാവായിട്ട് നീ അഭിഷേകം ചെയ്യണം. എൻ്റെ ജനത്തിൻ്റെ നിലവിളി എൻ്റെ അടുക്കൽ എത്തിയിട്ടുണ്ട്. ഞാനവരെ കടാക്ഷിച്ചിരിക്കുന്നു. അവരെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന്, ഫെലിസ്ത്യരുടെ കയ്യിൽ നിന്ന് രക്ഷിക്കേണ്ടതിന് ഇവൻ നിയോഗിക്കപ്പെട്ടവനാണ്. ഞാനവനെ നിയോഗിച്ച് അയക്കുകയാ. ശമൂവേലേ, നീ അവനെ അഭിഷേകം ചെയ്യുക. ഞാൻ എൻ്റെ ഉത്തരവാദിത്വം, എൻ്റെ ശുശ്രൂഷ അവന് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാ. പ്രിയപ്പെട്ടവരെ, ഞാനിങ്ങനെ ഓർമ്മപ്പെടുത്തട്ടെ, ദൈവം നമ്മെ ഈ ഭൂമിയിൽ ആക്കി വയ്ക്കുമ്പോൾ, ദൈവത്തിൻ്റെ സഭകളിൽ ദൈവം നമ്മളെ ആക്കി വെച്ചിട്ടുള്ളപ്പോൾ, ദൈവത്തിൻ്റെ പ്രത്യേകമായ ഉദ്ദേശ നിവൃത്തി നാം നിവർത്തിക്കണമെന്നുള്ള ദൈവത്തിൻ്റെ വലിയ നിർബന്ധം നമുക്ക് കാണുവാൻ കഴിയുകയാണ്. നാം വെറുതെ വന്നവരല്ല. ദൈവത്തിൻ്റെ സഭയാകുന്ന ആലയത്തിലേക്ക്, ദൈവാലയത്തിലേക്ക് നാം വെറുതെ വരപ്പെട്ടവരല്ല. ദൈവത്തിൻ്റെ പ്രത്യേകമായ ഉദ്ദേശങ്ങൾ നിവർത്തിപ്പാൻ ദൈവം നമ്മെ ഏൽപ്പിച്ചിട്ടുള്ളത് എന്താണോ അത് തിരിച്ചറിഞ്ഞ് പ്രവർത്തിപ്പാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. 17-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, ശമൂവേൽ ശൗലിനെ കണ്ടപ്പോൾ യഹോവ അവനോട്, ഞാൻ നിന്നോട് അരുളി ചെയ്ത ആൾ ഇതാ ഇവനാകുന്നു, എൻ്റെ ജനത്തെ ഭരിപ്പാനുള്ളവനെന്ന് കൽപ്പിച്ചു. എത്ര കൃത്യമായിട്ടാണ് സ്വർഗത്തിലെ ദൈവം അവനെ ചൂണ്ടിക്കാണിക്കുന്നത്. ഇതാ ഇവനാകുന്നു. ഇത് തന്നെ ചരിത്രത്തിൻ്റെ ഏടുകളിൽ എത്രയോ പ്രാവശ്യം ആവർത്തിക്കപ്പെട്ടിട്ടുണ്ട്. പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു യോർദാൻ കടവിങ്കിലേക്ക് ഇറങ്ങി വരുന്നതാ. ഇറങ്ങി വരുന്ന ക്രിസ്തുവിനെ കണ്ടപ്പോൾ, കടന്നു വരുന്ന ക്രിസ്തുവിനെ കണ്ടപ്പോൾ അവിടെ യോഹന്നാൻ സ്നാപകൻ പറയുകയാ, ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. പ്രിയപ്പെട്ടവരെ, ചരിത്രത്തിൻ്റെ വിരിമാറിൽ യേശുക്രിസ്തു എന്ന രക്ഷിതാവിനെ ദൈവം മനുഷ്യവർഗത്തിന് ചൂണ്ടിക്കാണിച്ച് തന്നിട്ടുണ്ട്. ലോകം എന്തെല്ലാം പറഞ്ഞാലും, അങ്ങയുടെ ചിന്ത എന്തായിരുന്നാലും, ദൈവത്തിൻ്റെ വാക്കുകൾക്ക്, നിശ്ചയങ്ങൾക്ക്, കൽപ്പനകൾക്ക് മാറ്റം സംഭവിക്കുന്നില്ല. യേശുക്രിസ്തുവിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, കർത്താവിനെ ചൂണ്ടിക്കാണിച്ച് ഇങ്ങനെ പറയുകയാ, ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട, അങ്ങയുടെ ജീവിതത്തിൽ നിത്യമായ നരകത്തിൽ പോകാതിരിപ്പാൻ ദൈവം ചൂണ്ടിക്കാണിച്ച യേശു എന്ന ഏകപുരുഷൻ, ആ ക്രിസ്തുവിനെ നിങ്ങൾ കാണണം. യേശുക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് വന്ന് പാപങ്ങൾ ഏറ്റുപറയണം, ദൈവമക്കളായി തീരണം. അതിനാണ് ക്രിസ്തുവിനെ ചൂണ്ടിക്കാണിക്കുന്നത്. ഇവിടെ ഇതാ തിരികെ വരുമ്പോൾ ഈ ജനത്തെ ഭരിപ്പാനുള്ളവനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ദൈവം വ്യക്തതയുടെ ദൈവമാണെന്ന് തിരുവചനത്തിൽ നാം വീണ്ടും വായിക്കുകയാണ്. ഇന്ന് ഈ സമയം ഇരിക്കുന്ന ഇരിപ്പിലിരുന്ന് ആ വ്യക്തതയുടെ ദൈവത്തിൻ്റെ മുൻപാകെ അങ്ങയുടെ മുട്ടുകൾ മടക്കി ജീവിതത്തെ ഒന്ന് സമർപ്പിക്കുവാൻ, ഒന്ന് പുനർക്രമീകരണത്തിലേക്ക് വരുവാൻ, ദൈവാത്മാവിനൊന്ന് വിധേയപ്പെടുവാൻ അങ്ങയ്ക്ക് സാധിക്കട്ടെ. അതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. അതിനായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാരൂപി അങ്ങയ്ക്ക് കൃപ തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. ദൈവം അങ്ങയെ അനുഗ്രഹിക്കട്ടെ. ഈ സന്ദേശം ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്തൃനാമത്തിൽ നന്ദി. ബൈബിൾ കറസ്പോണ്ടൻസ് കോഴ്സിൽ ചേർന്ന് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർ മേൽവിലാസം അയച്ചു തന്നാലും പ്രാർത്ഥനാ വിഷയങ്ങളും അറിയിക്കുമല്ലോ.